വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ ALPയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്തൊക്കെ എന്താ അവിടെ ALPക്ക് നമ്മൾ 3 വർഷത്തെ ഏജ് റിലാക്സേഷനൊക്കെ റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തന്നെ പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് JEEക്കൊക്കെ ബാധകമാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിറ്റി റെയിൽവേ തന്നെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും അറിയുന്നുണ്ടാവും നമ്മൾ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ് എന്ത് ചെയ്യുക, അവിടെ ഏജ് റിലാക്സേഷൻ, അതേപോലെ വേക്കൻസി അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ നടത്തുക. അതേപോലെ അത് കൃത്യമായിട്ടൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ പ്രൊസീജിയറായിട്ട് അവർ ഫില്ലപ്പ് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ റെയിൽവേ അത് കംപ്ലീറ്റ് ആക്കി വരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. വേക്കൻസി അസസ്മെൻറ്റൊക്കെ അവിടെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. OIRMS പോർട്ടൽ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏജ് റിലാക്സേഷൻ കാര്യം നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ 15-ാം തീയതി ഇറങ്ങിയ ഒരു നോട്ടീസാണ്. സബ്ജക്റ്റ് റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു നോൺ ഗസറ്റഡ് പോസ്റ്റ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ കണ്ടിന്യൂഷൻ ടു ബോർഡ്സ് ലെറ്റർ അണ്ടർ റെഫറൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു എക്സ്റ്റെൻഡ് ദ ഏജ് റിലാക്സേഷൻ ഓഫ് 3 years ഇൻ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ദ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ടു all the posts to be notified by the railway recruitment boards during the calendar year 2024. ഓക്കെ, ഡ്യൂറിങ് ദി കലണ്ടർ ഇയർ 2024. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്നീഷ്യനും അതേപോലെ ALPക്കും 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്തേക്കുന്നത്, ഇനി 2024 എന്ന് പറയുന്ന ഒരു കലണ്ടർ ഇയറിൽ വരാൻ വേണ്ടി പോകുന്ന എല്ലാ നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഈ ഒരു ഏജ് റിലാക്സേഷൻ ബാധകമാണ്. കാരണം വെച്ചാൽ കോവിഡ് സമയത്തൊക്കെ ഒരു ഡിലേ ഉണ്ടായല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു 3 വർഷം എന്നുള്ള ഏജ് റിലാക്സേഷൻ അവരവിടെ കൊടുക്കാൻ വേണ്ടി ധാരണയായത്. ഓക്കെ, ഈ 2024 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് 33 വയസ്സായിരുന്നു JEEയുടെ ഏജ് ലിമിറ്റ് ഉള്ളത്. ഇപ്പം 36 വരുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ 36 എന്നുള്ളത് പറയുക, ഈ ഒരു 2024 വിളിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇയർലി റിക്രൂട്ട്മെൻറ്റിലേക്ക് ഇനി പോവുകയാണ് റെയിൽവേ. അപ്പോൾ 2025, 2026 ആകുമ്പം ഏജ് റിലാക്സേഷൻ 33 തന്നെയായിരിക്കും. ഈ 36 എന്ന് പറഞ്ഞാൽ ഈ ഒരു കറണ്ട് കലണ്ടർ ഇയർ 2024 കലണ്ടർ ഇയറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എല്ലാ പോസ്റ്റുകൾക്കായിരിക്കും 36 എന്ന് പറയുന്ന ഏജ് ലിമിറ്റ്. 33 തന്നെയായിരിക്കും. 33 സ്വതവേ ഉള്ളത്. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നത് ഈ ഒരു കലണ്ടർ ഇയർ 2024 വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസിന് വേണ്ടി മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. ഓഗസ്റ്റ് മാസം തന്നെ വരുന്നുണ്ടാവും. ഇത് റെയിൽവേയുടെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെയാണ്. നിങ്ങൾക്ക് റെയിൽവേയുടെ സൈറ്റിൽ കയറിയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. അതായത് 32-ാമത്തെ വയസ്സോട്ടൊക്കെ പഠിച്ചു തുടങ്ങിയവരുണ്ട്, നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവരൊക്കെ മാക്സിമം എഫേർട്ട് എടുക്കുക. ഇത് അവരുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇപ്പം വരുന്ന നോട്ടിഫിക്കേഷൻ മാത്രമേ 36 ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ വീണ്ടും 2025, 2026 വീണ്ടും അത് 33 തന്നെ ആക്കിയിട്ട് കുറക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.